നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ഏതാണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിലാണ് ഈ പുൽവാമ ആക്രമണം നടന്നത്. അതായത് ദേശീയപാതയിലൂടെ പോവുകയായിരുന്ന ആർമിയുടെ ട്രക്കിന് നേരെ ഒരു വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റുന്നു. 40ഓളം സൈനികർക്ക് ജീവൻ നഷ്ടമാവുകയാണ്. പക്ഷേ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ സൈനിക രംഗം എത്രത്തോളം വികസിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്ന് സംഭവിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമീപം, പ്രത്യേകം പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരെ ദേശീയപാതയിൽ ഇറക്കിയിരിക്കുന്നു. ഇതിനുശേഷം സുഖോയ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ അവിടേക്ക് പറന്നിറങ്ങുന്നു, അവിടെ നിന്ന് പറന്നുയരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇനി നമുക്ക് താൽക്കാലികമായ എയർ സ്ട്രിപ്പുകളാക്കി റോഡുകളെ മാറ്റാൻ കഴിയുന്നു. ഇന്ത്യയുടെ സൈനിക രംഗത്തിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ട്? അത് ഇതിനെ നമ്മൾ പല മാനങ്ങളിൽ കാണേണ്ടി വരും. ഇതിനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ശക്തി പ്രകടനം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്, ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് ജിയോ പൊളിറ്റിക്സിലാണ്. ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോൾ നമുക്ക് വളരെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് പഹൽഗാം ആക്രമണം. അവിടെ നമ്മുടെ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സേനയുടെ ഒരു ഭയങ്കരമായ വേറൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റമായിരുന്നു. അത് ഇന്ത്യയുടെ ലോകം മുഴുവൻ കണ്ടു ഇന്ത്യയുടെ സ്വായത്തമാക്കിയിട്ടുള്ള ശേഷി, സ്വന്തം മിസൈലുകളുടെ ശേഷി, അതിൻ്റെ പ്രഹരശേഷി. അപ്പോൾ ആ രീതിയിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ സേനയുടെ ഇന്ത്യയുടെ മിലിറ്ററി ശക്തിയുടെ ഒരു പ്രകടനം കൂടിയായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പം റഫേൽ വിമാനങ്ങൾക്കുള്ള ഓർഡർ കൊടുക്കാൻ പോകുന്നു. എത്ര 114 എണ്ണം വീണ്ടും വാങ്ങാൻ പോകുന്നു. ഫ്രാൻസ് കഴിഞ്ഞാൽ പിന്നെ റഫേൽ വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന രാജ്യം ഇന്ത്യയാണ്. പിന്നെ അതുപോലെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ ഇതിപ്പം വിപണനം ചെയ്യുന്ന അവസ്ഥയിലേക്കൂടെ വരുന്നു. നമ്മൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വിപണനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൂടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇപ്പം നമ്മുടെ ഈ വടക്ക് ഡിബ്രുഗഡിലാണ് ഇറങ്ങിയിരിക്കുന്നത്, റോഡിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ നിർമ്മിക്കുന്ന റോഡുകൾ എന്ന് പറയുന്നത് റൺവേകൾ നിർമ്മിക്കുന്നു, അതേസമയത്ത് റോഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം കൂടെ വന്നിരിക്കുന്നു. അതായത് സജ്ജമായിരിക്കുന്നുള്ള അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പഴയ അവസ്ഥയല്ല നമ്മളുടെ. പണ്ട് 10 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ 4000 ഇഷ്ടം കിലോമീറ്റർ നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി ബംഗ്ലാദേശുമായിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് വളരെ ഭീഷണികൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശ് നമ്മുടെ ഒരു അയൽ രാജ്യം, സൗഹൃദ രാജ്യമായിട്ട് ഇതിനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേലിക്കെട്ട് പോലും ഇല്ലായിരിക്കുക. മാത്രമല്ല ഇപ്പം ബംഗ്ലാദേശിൽ രാവിലെ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്ത് മടങ്ങി പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറി. ഏതാണ്ട് പാകിസ്ഥാൻ ബോർഡറിൻ്റെ അത്ര തന്നെ ജാഗ്രത നമ്മളുടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലും വേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ BNB വരുന്നു. ചിലപ്പം ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കുമായിരിക്കുമെങ്കിൽ പോലും ബംഗ്ലാദേശ് ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് അത്രയും ഒരു ശ്രദ്ധ വേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം മണിപ്പൂരിലെ കലാപത്തിനകത്തും വിദേശ ഹസ്തങ്ങളുണ്ടെന്നുള്ളത് വളരെ ഇതായിട്ട് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭീഷണികൾ നമ്മൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അത് അമേരിക്ക നമ്മളുടെ അയൽവക്കത്തെ ബലൂചിസ്ഥാനിലേക്ക് വരുന്നുണ്ട്. അമേരിക്കൻ സാന്നിധ്യം വരുന്നു. ചൈനയുമായി നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യാപാര ബന്ധങ്ങളൊക്കെ കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചൈനയുമായിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം അവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ചൈന ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് പഴയതുപോലെ ഭായി പറഞ്ഞ് നിൽക്കാൻ ഒരിക്കലും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇന്ത്യക്ക് ഈ മിലിറ്ററി ശേഷി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജിയോ പൊളിറ്റിക്സിൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമേ ഇന്ന് നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. ആ സ്ട്രെങ്ത് പ്രധാനമായിട്ട് ഇന്ന് മിലിറ്ററി പവർ വളരെ ആവശ്യമാണ്. ഇന്നിപ്പോൾ നമ്മളുടെ അമേരിക്കൻ സാന്നിധ്യം നോക്കുക. വെസ്റ്റ് ഏഷ്യ മുഴുവൻ അമേരിക്കൻ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ ചൈന. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭൗമ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മിലിറ്ററി ശക്തിയിൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഈ ഇന്ത്യ ഇപ്പോൾ ഒരു ഗ്ലോബൽ പവറുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലായിട്ട് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതിനനുസരിച്ച് അതിൻ്റെ വളർച്ച മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥിരത പോലും, ആ ആഭ്യന്തരമായ സ്ഥിരത പോലും ഈ മിലിറ്ററി പവറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പം ഇന്ന് ഈ നടത്തിയ പ്രകടനങ്ങൾ പോലും, ഇപ്പം പ്രധാനമന്ത്രി
അവിടെ ദിബ്രുഗഡിലെ റോഡിൽ റൺവേ അല്ലെങ്കിൽ റൺവേ ആയിട്ട് മാറിയ റോഡിൽ പോയി ലാൻഡ് ചെയ്തതും വലിയ യുദ്ധവിമാനങ്ങൾ ഇറക്കിയതും ഒക്കെ നമ്മുടെ ഒരു പവറിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടിയാണ്. അത് നമ്മുടെ ജിയോ പൊളിറ്റിക്സിലൊക്കെ ഈ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മാധ്യമ ലോകത്തിലെ ഈ സുതാര്യമായ ലോകത്തിൽ ഇത്തരം പ്രകടനങ്ങളും എല്ലാ ചലനങ്ങളും ഈ ജിയോ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നതും അതിനകത്തുള്ള ഒരു സ്ഥാനം നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് നേരിടുന്ന ഭീഷണികളെയും നേരിടാനുള്ള ശേഷിയും ഭീഷണി വരാനുള്ള സാധ്യതകളെയും. ഇവിടെ ദൗർബല്യമാണെന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു ദുർബലമായ ഒരു സംവിധാനമാണെന്ന് നമ്മുടെ ഒരു ധാരണ പറഞ്ഞാൽ നമ്മളെ നിലനിൽപ്പിനെ പോലും ആഭ്യന്തരമായി പോലും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ഇത് അനിവാര്യമായ ഒരു സംഗതിയും കൂടിയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2014 അദ്ദേഹത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് മോദി നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല ഫേസ് ചെയ്തിരുന്നത്. അതായത് രാജ്യത്തിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും രാജ്യത്തിനോട് താല്പര്യമുള്ള ഒരു ഭരണാധികാരി വരുന്ന സമയത്ത് അദ്ദേഹം അങ്ങനത്തെ ഒരു ഭരണാധികാരി ആ മാനസികാവസ്ഥയുള്ള എങ്ങനെയും ഭരിച്ച് ഇതിനകത്തുനിന്ന് വല്ലതൊക്കെ മോട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും ഒക്കെ പിടിച്ചു പറ്റി പോകുന്നതല്ല. ആ ഇരിക്കുന്ന പൊസിഷൻ ആ രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളും ഫേസ് ചെയ്താൽ മോദി വന്നത്. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഏത് കാരണം കൊണ്ടായാലും നമ്മുടെ അതിർത്തികളൊന്നും സുരക്ഷിതമല്ലായിരുന്നു. ഇനിയിപ്പോൾ ഒരു കാരണം പറഞ്ഞാൽ ബംഗ്ലാദേശായിട്ട് വേണ്ടായിരുന്നു എന്നല്ല, അതിന് താല്പര്യപ്പെട്ടിരുന്നില്ല. പാകിസ്ഥാനിൽ മാത്രം എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ 10 പട്ടാളക്കാരെ പിടിച്ചു നിർത്തിക്കുന്നു എന്നുള്ളതിനപ്പുറം കൂടുതൽ സുരക്ഷിതമൊന്നും അല്ലായിരുന്നു. ചൈന അതിർത്തികളൊക്കെ അവർക്ക് താല്പര്യമുള്ളതുപോലെ പല ഘട്ടങ്ങളിലും ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് കൈകാര്യം ചെയ്ത് അവരുടെ താല്പര്യം സംരക്ഷിച്ച് കഴിയുമ്പോൾ ഒരു ചർച്ച നടത്തി ജനത്തിനെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം തന്നെ ഇത് മോദി അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജിയോ പൊളിറ്റിക്സിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം നമുക്കത് കാരണങ്ങളുണ്ടായെങ്കിലും നമുക്ക് കാര്യമായത് ഏതാ അവനിങ്ങോട്ട് കയറി നമുക്ക് അവരെ തിരിച്ചടിക്കേണ്ടി വന്നു. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്താണെന്ന് ഒരു 4 ദിവസം കൊണ്ട് ലോകം ചർച്ച ചെയ്തു. നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്ത് പറ്റുന്ന രാജ്യമല്ല. അന്നൊക്കെ അതുവരെ വിചാരിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ ലോകശക്തിയിൽ 4ാമതായിരിക്കും, പ്രതിരോധ സംവിധാനം കാണും, ഇന്ത്യയിൽ ആയുധങ്ങളൊന്നും ഇല്ലാതിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ പ്രതിരോധ സംവിധാനവും നമ്മുടെ ആയുധശേഷിയും നമ്മുടെ പട്ടാളക്കാരുടെ കരുത്തുമൊക്കെ ഒരുപക്ഷെ നേരിട്ട് ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ്. ഇതാ ഓരോരുത്തരുടെ ഒരു ഗുണമായിരുന്നു ജാതകം എന്ന് പറയും ഈ മോദിയുടെ അയാളുടെ. അതോടുകൂടി ഇത് ആയുധങ്ങൾക്ക് എന്തോ വിലയായി. അതുകൊണ്ടല്ലേ റഷ്യ ഇപ്പം നമ്മുടെ കെയർ ഓഫിൽ നിർമ്മിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ കെയർ ഓഫിൽ നിർമ്മിച്ചോ, ഫ്രാൻസ് പറയുന്നത് ഇവിടെ വെച്ച് നിർമ്മിച്ചോ അല്ലെങ്കിൽ വിമാനം. അതുകൊണ്ട് നമ്മുടെ കെയർ ഓഫിൽ വരുമ്പോഴത്തേന് ഇതിന് വേറെ ലോകത്ത് അതിന് അവരുടെ ആയുധത്തെക്കാട്ടിൽ ഒരു വില വർധനവും അല്ലെങ്കിൽ ആ ആയുധം കൊള്ളാം, ഇന്ത്യയുടേതായതുകൊണ്ട് വിശ്വസിക്കാം, ആ രീതിയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ മോദി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെന്തോ മോദി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സെക്യൂരിറ്റി ഉള്ള നേതാവ്. അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കുന്നു. അതൊരു ലോകത്തെ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് അവിടെ 100 കിലോമീറ്റർ അതിർത്തിയിൽ നമ്മൾ എപ്പോഴും പറയുമ്പം ഏറ്റവും ആദ്യത്തെ ശത്രു ചൈന തന്നെ. അവനാണല്ലോ സൂചിക്കാവുന്നത്. അവന് ഇട്ടൊരു ഡിസ്പ്ലേയും കൂടെ അവൻ ആദ്യം കാണുന്നു, ലോകം മൊത്തം കാണുന്നു. അതായത് നമ്മുടെ അതിർത്തികളും നമ്മുടെ റോഡുകളും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ വരെ ഈ പറയുന്നത് പോലെ യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ട് എവിടെ നിന്ന് യുദ്ധം ചെയ്യാം. ട്രെയിനിൽ നിന്ന് യുദ്ധം ചെയ്യാം, അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്ന് യുദ്ധം ചെയ്യാം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ നമുക്ക് ഈ പറയുന്ന പോലെ സുരക്ഷിതത്വമില്ലായിരുന്നു. അവിടെ എല്ലാം അതിനു വേണ്ടി ഏതാണ്ട് ഒരുങ്ങിയിരിക്കുന്നു. ബോർഡറുകളെല്ലാം ഒരുപക്ഷെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇന്ത്യ അങ്ങനെ ആർക്കും കടന്നു കയറാനോ വെല്ലുവിളിക്കാനോ ഒന്നിനും സാധ്യമല്ലാത്ത രീതിയിലേക്കുള്ള ഒരു രാജ്യമാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അതിന് തിരഞ്ഞെടുത്തതും പ്രത്യേകത. മുമ്പേ സാറ് പറഞ്ഞതുപോലെ ഓരോന്നും അവർ തിരഞ്ഞെടുക്കുന്നത് പോലും ഓരോ കാര്യവും സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിച്ചും പ്രയോജനപ്പെടുത്തി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് മറക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ തന്ന ഒരു ദിവസമാണ്. നമ്മുടെ 40ഓളം പട്ടാളം, ഒരു പട്ടാളക്കാരൻ മരിക്കുമ്പോഴും അതിന് തുലനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനിപ്പുറത്ത് സമമായിട്ട് വെക്കാൻ എത്ര സമ്പത്തുണ്ടായാലും നടക്കത്തില്ല. ഒരു പട്ടാളക്കാരന് വിലയിടാൻ പറ്റത്തില്ല. അങ്ങനത്തെ 40 പട്ടാളക്കാർ മരിച്ച ഓർമ്മ ദിവസമാണ്. ഇനി ഇത് ഇന്ത്യയിൽ ആവർത്തിച്ചാൽ നിസ്സാരമായിട്ട് പോകാനോ സാധിക്കത്തില്ലെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.